ട്രൈസ്റ്റർ എന്താണെന്ന് അറിയോ? ഇല്ല. അറിയില്ല. ഓക്കെ. ഇല്ല. ട്രൈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫോണിന്റെ, അതായത് ഇപ്പോ ഐഫോൺ 7 ആണ് അല്ലെങ്കിൽ ഐഫോൺ 6 ആണെങ്കിൽ 16 10 A3 A2 A3B എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ചിപ്പാണ് ഈ ട്രൈസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം. അത് ഞാൻ ഇതില് യൂട്യൂബ് അറിയാം. യൂട്യൂബ് അറിയില്ല. യൂട്യൂബ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? യൂട്യൂബ് ചാർജിങ്ങിന്റെ അല്ലേ? A1 A2 A3 ഒക്കെ വരുന്ന സാധനം. അതെ അതെ അതെ, അതറിയാലോ അല്ലേ? അറിയാം. അറിയാം. എന്തൊക്കെയാ അറിയാം അതിനെ പറ്റിട്ട്? എന്തൊക്കെ അറിയാം? അതിനെ പറ്റി മാറ്റിയിടാന്നുള്ളത് അറിയാം. പിന്നെ അത് കംപ്ലൈന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യൽ എങ്ങനെയാണ് അറിയാം സാറ് പണ്ടേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ, ഞാൻ ചെക്ക് ചെയ്യൽ തന്നെ. എങ്ങനെയൊക്കെയാല് മാറ്റിയിട്ട് നോക്കിയിട്ട് തെറ്റ് രണ്ടായിട്ടൊക്കെ വരും. അതിപ്പോ ഒരു സംഭവം ഒരു ചാർജിങ്ങിന്റെ പ്രോബ്ലം തന്നെ വരും. ചാർജിങ്ങിന്റെ കംപ്ലൈന്റ് കൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഞാൻ IC മാറ്റി. ഇപ്പൊ അതിനെന്തോ ഒരു സെറ്റിന് എന്തോ എന്താണ് കംപ്ലൈന്റ്, ഒരു ആക്സസറീസ് നോട്ട് സപ്പോർട്ട് എന്തോ ഒരു എറർ മെസ്സേജ് വരികയാണ് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ. അത് ഈ സാധനം കൊണ്ടാണ് വരും. ഇതാണ് അതൊക്കെ ഇതിൽ വിടും. ഇതാണ് 16 10 A3B. ഇത് A3B എന്ന് പറയുമ്പോൾ 7 ആണ്. A3 ആകുമ്പോൾ 6S ആവും, A2 ആകുമ്പോൾ 6 ആവും, A1 ആകുമ്പോൾ 5 ആവും. അപ്പോൾ 5 A1 A2 ഒന്നും ഇപ്പോൾ വലിയ വിഷയമില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, IC മാർക്കറ്റിൽ കിട്ടും, മാറ്റിയിടുക എന്നുള്ളതൊക്കെയാണ് അതിൽ ചെയ്യാനുള്ളൂ. ICന്റെ കേസിൽ അത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു U2 അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രൈസ്റ്റർ എന്ന് പറയുന്ന ഒരു IC. ഇതിന്റെ ചാർജിങ്ങിന്റെ IC അല്ല. ചാർജിങ്ങിന്റെ IC എന്ന് പറയുന്നത് ഫോണിനകത്ത് വരുന്നത് ഇതാണ്. ഇതിന്റെ ചാർജിങ് IC ഇതാണ്. എന്ത് അതായത് SN24000 AB0 അല്ലെങ്കിൽ AB1 എന്നൊക്കെ ഉണ്ടാവും. അതാണ് അതിന്റെ എന്ത് ചാർജിങ് IC വരുന്നത്. ഇതാണ് അതിന് എന്ത് വരുന്നത്, ട്രൈസ്റ്റർ അല്ലെങ്കിൽ U2 എന്നൊക്കെ പറയുന്ന സാധനം വരുന്നത്. ഇത് തമ്മിലുള്ള അതായത് ബാറ്ററി പറ്റ ഡൗൺ ആയി പോയാൽ, ഇപ്പൊ 0 ആയി പോയി കഴിഞ്ഞാൽ ചില സെറ്റുകളിൽ ചാർജ് എടുക്കാണ്ട് വരുമല്ലോ. അതപ്പോ ഏത് IC യോട് വരണ? ഈ യൂട്യൂബിന്റെ അത് രണ്ടും തമ്മിൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ എന്താന്നുള്ളത് നമുക്ക് ഇന്ന് പഠിച്ചാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് ഈ U2 അല്ലെങ്കിൽ നമ്മൾ ട്രൈസ്റ്റർ എന്നുള്ളത് ഒഴിവാക്കുക. നിങ്ങൾക്ക് പരിചയം U2 എന്നായിരിക്കും. U2 എന്ന് വരാനുള്ള കാരണം എന്താന്നുള്ളത്, ഐഫോൺ 5S ഇറങ്ങിയ സമയത്ത് അതിന്റെ നമ്മൾ പറയുന്ന U1 U2 U3 എന്നുള്ളത്, അങ്ങനെ സ്കീമാറ്റിക്സിൽ കാണുന്ന U1 U2 U3 നിങ്ങൾക്ക് അറിയാലോ, അറിയില്ലേ? IC നമ്മൾ കപ്പാസിറ്റർ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന C ആണെന്നുണ്ടെങ്കിൽ കോയിലിന് L ആണ്. IC വരെ നമ്മൾ എന്താ ഉപയോഗിക്കുക, U എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ അതിൽ U1 U2 U3 എന്ന് വരുന്നിടത്ത് ഈ IC കോമൺ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത് കൊണ്ട് ഇതിന് ഐഫോൺ 5S ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ U2 എന്നായിരുന്നു. എന്തായിരുന്നു? U2. അപ്പോൾ അത് പിന്നെ അങ്ങനെ പ്രചാരത്തിലായിട്ട് നമ്മൾ ഗോൾഗേറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെ ആയിപ്പോയതാണ് U2 എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ U2 IC എല്ലാ ഫോണിലും വരുന്നുണ്ട്. അതായത് ആ ട്രൈസ്റ്റർ എല്ലാത്തിലും വരുന്നുണ്ട്. പക്ഷെ ഐഫോൺ വേറെ മോഡലിൽ U2 ലെറ്ററിലല്ല ഉള്ളത്. U3 U4 U3 004 എന്നൊക്കെ ലെറ്ററിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ ഞാൻ മാറ്റാൻ നിൽക്കണ്ട, നമ്മൾ U2 തന്നെ പറഞ്ഞിട്ട് ശീലിക്കുക, അല്ലെങ്കിൽ ട്രൈസ്റ്ററോ എന്താണോ നിങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ അതിന്റെ മെയിൻ ഉദ്ദേശം, ആ ഒരു ചിപ്പിന്റെ ചെറിയൊരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതിനെക്കൊണ്ടുള്ള അത് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ചാർജിങ്ങിന്റെ സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറയുന്ന ലൈറ്റനിങ് പിന്നിലേക്ക് പോകുന്നത് എന്താണോ അത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറയുന്ന ആക്സറീസ് നോട്ട് സപ്പോർട്ട്, ആക്സറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഹെഡ്സെറ്റ് ആണ് കുത്തിയതെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റുമായി ബന്ധപ്പെട്ട ഡാറ്റക്ക് എന്ത് ചെയ്യണം, അത് സ്വിച്ച് ചെയ്യണം. വേറെ മനസ്സിലാവണ്ട. അതായത് ഹെഡ്ഫോൺ വർക്കാണ്, ഹെഡ്ഫോൺ സിമ്പിൾ, അങ്ങനത്തെ കാര്യങ്ങൾ അതിലേക്ക് അത് സ്വിച്ച് ചെയ്യണം. ഇനി അതല്ല അവിടെ ഒരു HDMI കേബിളാണ് കൊടുക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ചാർജിങ് കൊടുത്തെന്ന് പറഞ്ഞാൽ ചാർജിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സിസ്റ്റം മനസ്സിലാക്കണം. അതേപോലെ തന്നെ USB കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫങ്ഷൻസ് വർക്ക് ആവണം. OTG ആണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടെ കണക്ട് ആവണം. അങ്ങനെ വരുന്ന കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ ആ ഒരു ലൈറ്റനിങ് കേബിളുമായി അല്ലെങ്കിൽ ലൈറ്റനിങ് പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമ്മൾ ആര് ചെയ്യണത്, ഈ U2 അല്ലെങ്കിൽ
ട്രൈസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു ചാർജ് കയറാത്ത കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ഹെഡ്ഫോൺ വർക്ക് ചെയ്യാത്ത കംപ്ലൈന്റ് വന്നാൽ, അല്ലെങ്കിൽ HDMI കേബിൾ വർക്ക് ആവാത്ത കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ USB എടുക്കാത്ത കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ഇതിന് എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യല് ഈ U2 എന്ന് പറയുന്ന ആ ഒരു സംഗതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെക്ക് ചെയ്യുക. ഈ കാര്യം മനസ്സിലായോ? യെസ്. യെസ്. ഞാൻ അതിൻ്റെ ഒരു ഇത് ഞാൻ അതിൽ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. സർപ്പഞ്ച ഓ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിനോ? ഇല്ല. സമാധാനം. സ്ക്രീൻ കാണുന്നുണ്ടോ? ആ. ഒന്ന് വായിച്ചു നോക്കോളി. യൂസസ് ഓഫ് ട്രൈസ്റ്റർ. സം ടൈം ഈസ് കാൾഡ് ചാർജിങ് IC. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞ ചാർജിങ് IC നമ്മൾ എന്ത് ചെയ്യും, അതിനെ പറയും എന്ന് മാത്രം. സത്യത്തിൽ അതെന്തല്ല, ഒരു ചാർജിങ് IC അല്ല, അത് കറന്റിൽ അറ്റാച്ച്ഡ് ടു ലൈറ്റനിങ് പോർട്ട്. അതായത് നമ്മൾ പറഞ്ഞ ചാർജിങ് പോർട്ടാണ്. അതിനെന്ത് ചെയ്യണം, അതിന്റെ USB കണക്ഷൻസ്, ചാർജർ, ഡാറ്റ ലൈന്, CPU തമ്മിൽ എന്ത് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. അല്ല, ഇപ്പോഴാണ് ഒന്ന് മനസ്സിലായത്, വേറൊന്ന് മനസ്സിലായത്. എന്ത്? അല്ല, ഇതല്ല ചാർജിങ് IC എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇതാണ് ചാർജിങ് IC വിചാരിച്ചിരിക്കുക. ചാർജിങ് IC എന്ത് പ്രശ്നം വന്നാലും ഇതൊക്കെ മാറ്റിയല്ലേ. ഇത് മാറ്റാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. കാരണം ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ സാധനമായത് കൊണ്ട് ഇത് പെട്ടെന്ന്, അതായത് ഈ കാർ ചാർജർ, അതേപോലെ തന്നെ ലോക്കൽ ചാർജർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സാധനം, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് എന്താവും, ഡാമേജ് ആയി പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ നിങ്ങൾ വായിച്ചാൽ കിട്ടും, അതായത് ഇത് ഫുള്ള് ഡിജിറ്റൽ ഓഡിയോ ഫ്രം ദ ഓഡിയോ കൊടക്ക്. ഈ സംഭവത്തിന് എന്തിനാ വരുന്നത്? അതായത് ഇതിന്റെ നമ്മുടെ ഐഫോണിന്റെ ഒറിജിനൽ ഹെഡ്സെറ്റ് വരുന്നുണ്ടല്ലോ, ഇല്ലേ? ഒറിജിനൽ ഹെഡ്സെറ്റിന്റെ ഓഡിയോ IC വരുന്നത് അതിന്റെ എരിമലാണ്, ആ ജാക്കിന്റെ മേലെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിലേക്ക് ഇപ്പൊ നമ്മള് ഓൾറെഡി മിഞ്ഞാന്ന് ഓഡിയോ IC പറഞ്ഞു, ആ സെയിം ഓഡിയോ IC തന്നെയാണ് ആ ഒരു കേബിളിൽ അകത്തും വരുന്നത്. മനസ്സിലാവുന്നില്ല? അപ്പൊ അതിലേക്കുള്ള ഡാറ്റ കണക്ഷൻ ഒക്കെ എന്ത് ചെയ്യണം, സ്വിച്ച് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സാധനമാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇത് മാറ്റിയിട്ട് റെഡി ആയില്ലേ പിന്നെ ചാർജിങ് IC തന്നെ മാറ്റേണ്ടി വരും അല്ലേ സാർ? അല്ല, നമുക്ക് എത്താം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ട്രൈസ്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ USB ആക്സറീസ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി. USB-ന്റെ ആ ഒരു പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതി, അപ്പൊ ഈ പറയുന്ന ചാർജിങ്ങിന്റെ ആക്സറീസിനോട് സപ്പോർട്ട് വരികയാണെങ്കിലൊക്കെ ഈ സാധനത്തിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. രണ്ടാമതാണ് അത് NXP എന്ന് പറഞ്ഞ 1610 NXP എന്ന് പറഞ്ഞ മാനുഫാക്ചറാണ് അതിന്റെ ആ ഒരു IC എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. അത് ട്രൈസ്റ്റർ IC കോമൺലി നോൺ ആസ് U2. അതായത് നമ്മൾ പറയുന്ന മാതിരി അതിനെ പറയുന്നത് U2 എന്നാണ്. പിന്നെ 1610 A1 A2 A2 A3B എന്താണ് ഓൾറെഡി നമ്മൾ ഓരോ ഫോണിന് ഉപയോഗിക്കുന്നത് ഇന്ന നമ്പർ ആണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതൊന്നും നമുക്ക് അറിയുന്ന കേസാണ്. പിന്നെ ട്രൈസ്റ്ററിന്റെ ഫംഗ്ഷന് മിക്കി ബസ്, അതായത് ഡിജിറ്റൽ ഓഡിയോ കോഡക്കിന്റെ ഔട്ട്പുട്ട്, അതായത് ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാണുന്നുണ്ടോ അവിടെ? കണ്ടില്ലേ ഫസ്റ്റ് പോയിന്റ്. പിന്നെ ആക്സറീസ്, UART സീരിയൽ, അത് നമ്മളെ ഈ HDMI കേബിൾ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സാധനം കൊടുക്കാൻ. പിന്നെ SOC എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? CPU. അതായത് സിസ്റ്റം ഓൺ ചിപ്പിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതിലേക്ക് എന്താണോ ഡാറ്റ കൊടുക്കേണ്ടത് അതൊക്കെ ഇതുമായി ആണ് എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ ബേസ് ബാൻഡ് ഡിബഗിങ് USB, അതായത് നമ്മളെ ബേസ് ബാൻഡ് CPU ഉണ്ടല്ലോ, അതിലേക്ക് പോകുന്ന USB-ന്റെ ഡാറ്റ, അങ്ങനത്തെ USB ഡാറ്റ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫോണിൽ നിന്ന് വരുന്നതൊക്കെ ഇതുവഴിയാണ് പോണത്. പിന്നെ ഈ പറയുന്ന UART സീരിയൽ ഡിബഗിങ്, പിന്നെ UART ഇന്റർഫേസ്, ബേസ് ബാൻഡ് CPU പ്രോഗ്രാമിംഗ്, അതായത് ബേസ് ബാൻഡിന്റെ
CPU നമ്മൾ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് അത് പ്രോഗ്രാം ചെയ്യലൊക്കെ ഈ ഒരു വഴി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ നടക്കുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് മൊത്തത്തിൽ നെറ്റ്വർക്കിന്റെ ബേസ്ബാൻഡുമായി ബന്ധപ്പെട്ടിട്ടും USB എടുക്കാത്ത പ്രശ്നമായിട്ടും ചാർജിങ് ആയിട്ട് ഓഡിയോ ആയിട്ടൊക്കെ എന്തുണ്ട് ഈ സാധനം ബന്ധമുണ്ട്. ഏത് ഓഡിയോ? നമ്മുടെ ഹെഡ്ഫോണിന്റെ ഓഡിയോ കേട്ടോ, അല്ലാതെ നമ്മൾ മറ്റേ ഓഡിയോ അല്ല. ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇതിലെ ബേസ് ബാൻഡിന്റെ IC ഒക്കെ വരികയാണെങ്കിൽ ഇത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരുമ്പോൾ ഈ IC കംപ്ലൈന്റ് വരുന്ന സാർ പറയുന്നത്. നെറ്റ്വർക്കിന്റെ IC വരും, ഈ IC കംപ്ലൈന്റ് വരും എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നെ ഓൾറെഡി ബേസ് ബാൻഡിലേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ അതിന് കണക്ഷൻ മിസ്സിംഗ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും. അതൊന്നും വലിയ കംപ്ലൈന്റ് ആയിട്ടല്ല, അങ്ങനെ പെട്ടെന്ന് എന്താ പറയാ കംപ്ലൈന്റ് ഒന്നും വരുന്ന സംഗതി അല്ല. കാരണം അത് കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ചാർജിങ്ങിന്റെ ഇതൊന്നും എടുക്കൊന്നുമില്ല. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിലേക്ക് ഒരു നിങ്ങൾ എന്ത് ചെയ്തിട്ടും റെഡി ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ബേസ് ബാൻഡിലേക്ക് പോകുന്ന ഈ കണക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇങ്ങനെ ഈ കൂടി അതിലേക്ക് ഡാറ്റ എത്തുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാ, മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ അതുകൊണ്ടുള്ള കംപ്ലൈന്റുള്ള പ്രശ്നങ്ങളാണ് ഡിസ്ചാർജ് ഓഫ് ബാറ്ററി. അതായത് ഒരു 100% ചാർജ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പെട്ടെന്ന് കുറഞ്ഞ് ഉപയോഗിക്കാതെ തന്നെ 99, 98, 97 രാത്രി ഒരു 100 ആക്കി കഴിഞ്ഞാൽ രാവിലെ ഒരു 7 ഉണ്ട് സാർ. 7 ഒരു ഒരു സെറ്റ് ഉണ്ട്. അത് ഷോർട്ടും കാര്യങ്ങളൊന്നും കാണുന്നില്ല. സെറ്റ് തീരെ ഒരു ഷോർട്ടും കാണില്ല, പക്ഷെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകണം. അത് ഈ സാധനം കൊണ്ട് ഡിസ്ചാർജ് ആവുന്ന പ്രശ്നം വരും. പിന്നെ നോ ചാർജിങ് ഓർ നോ കറണ്ട് ഡ്രോ. നോ ചാർജിങ് നോ കറണ്ട് ഡ്രോ എന്ന് പറഞ്ഞാൽ എന്തില്ല, ചാർജിങ് ഡിറ്റക്ട് ആവണില്ല എന്നുള്ള ഉദ്ദേശമാണ്. പിന്നെ നോ USB കണക്ഷൻ ടു കമ്പ്യൂട്ടറിലേക്ക് എന്തെന്നില്ല USB എടുക്കുന്നില്ല. ആക്സറീസ് അൺസപ്പോർട്ട് എന്നുള്ള മെസ്സേജ് എന്ത് വരും. പിന്നെ ലോഗോ റീസ്റ്റാർട്ട്, പിന്നെ ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ട് ഇല്ലാത്ത പ്രശ്നം. ഓക്കെ. പിന്നെ ഫെയിലിയർ ടു വർക്ക് വിത്ത് സെർട്ടൻ ആക്സറീസ്, അതായത് ഏതാ നമ്മൾ പറഞ്ഞ ആക്സറീസ് എന്താവാ വർക്ക് ആവാത്ത പ്രശ്നം. പിന്നെ സഡൻ ഡെത്ത്, അതായത് ഒന്നും ഓൺ ആവാത്ത കണ്ടീഷൻ. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡെഡ് ആവുന്നത് അതെന്തുകൊണ്ടാണ്? CPU-ലേക്കുള്ള ഇത് പോവാത്തതിനോണ്ടാ? അല്ല, അതെന്താന്നല്ല ഞാൻ പറഞ്ഞുതരാം, അടുത്തിൽ വരും. ഇത് അതിന്റെ ചാർജിങ്ങിന്റെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിന്റെ ഫുള്ളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതില് നമ്മളെന്താ പറയാ, ഇപ്പൊ ഐഫോണിലൊക്കെ ഐഫോൺ 8 എല്ലാത്തിന് ശേഷമുള്ള 7+, 6+6 അതിന്റെ ബാറ്ററി കൺട്രോളിൽ ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ, അല്ലേ? ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. അതായത് I2C പോലത്തെ നമ്മൾ ബാറ്ററിന്റെ BSI എന്നൊക്കെ പറയില്ലേ, ഓക്കെ, അത് വരുന്നത് അതായത് അതിങ്ങനെ ഒരു സിംഗിൾ വയർ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു ഒറ്റ പോയിന്റ് വഴിയാണ് അതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഒരു 2 വോൾട്ട് അതിലുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് സ്കീമാറ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ I2C ബസ് കോമ്യൂണിക്കേഷൻ നമ്മൾ ഉള്ളിൽ പഠിച്ചതാണ്. ഒരു മാസ്റ്റർ സ്ലേവ് ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് അതിന്റെ എന്താണ് അതിന്റെ ആ ഒരു IC വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ I2C ബസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇത്. പിന്നെ ഓൾറെഡി അതിന്റെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇത് ആക്റ്റീവ് ഡയോഡ്, മോസ്ഫെറ്റ്, ഇതൊക്കെ പിന്നെ അതിന്റെ ബക്ക് സ്വിച്ചിങ് ചാർജിങ്ങിൽ അങ്ങോട്ട് പോകും. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സമയങ്ങളിൽ നമുക്ക് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ്. അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പറയാൻ മാതിരി എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് മനസ്സിലാവും. അപ്പോ ഇനി നമുക്ക് ഒരു സെറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു സെറ്റ് കിട്ടുകയാണ്. ഐഫോൺ ഇപ്പൊ നമ്മൾ എടുക്കുന്ന സെറ്റുകൾ, പറയുന്ന സെറ്റുകൾ ഐഫോൺ ഒരു 7+ വരെയുള്ള സെറ്റുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അതിന് മേലേക്കും പറ്റും. കാരണം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, 7+ അല്ലെങ്കിൽ 8+ വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള ചില മോഡലുകളിൽ എന്താവില്ല, ഈ ഒരു സെയിം മെത്തേഡ് അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ പഠിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സെറ്റ് ഫസ്റ്റ് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൽ ഡിഫറെന്റ് മെത്തേഡുകൾ നമ്മൾ ഓരോ ദിവസങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംബിയർ നോക്കിയുള്ള ഷോർട്ട് ലീക്കേജ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, നോർമലാണ്. സെറ്റ് നോർമലാണ്, സെറ്റ് ഓൺ ആവുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറോട് ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യൽ എന്താണ്, കസ്റ്റമറോട് ചോദിച്ചു എങ്ങനെ ഓഫ് ആയി എന്നുള്ളത്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് അവർ പറയുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, അല്ലെ ഉത്തരങ്ങൾ ഉണ്ടാവും. അവർ പറയും മെയിനായിട്ട് പേരിൽ ഒരു ഓണം, വിഷു, പെരുന്നാള് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ ഒരു കംപ്ലൈന്റ് കൂടുതലായിട്ട് നമുക്ക് വരിക.
ഒന്നുകിൽ വല്ല എന്തുണ്ടാവും, ട്രിപ്പ് പോയപ്പോൾ കാർ ചാർജർ യൂസ് ചെയ്തിട്ടുണ്ടാവും, ട്രിപ്പ് പോയപ്പോൾ കാർ ചാർജർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഓല എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ലോക്കൽ പവർ ബാങ്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ലോക്കൽ പവർ ബാങ്ക്? ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തില്ലേ? പെട്ടെന്ന് സെറ്റ് എന്ത് ചെയ്യും, ഓഫായിട്ട് വരും. ഒന്നെങ്കിൽ അവർ ഒരു ട്രിപ്പൊക്കെ പോയി വരുന്ന സമയത്ത് കൂടുതൽ സമയത്തായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കാർ ചാർജർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ദുബായിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടാവും, കാർ ചാർജർ യൂസ് ചെയ്യണമല്ലോ, ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവും. അല്ലെങ്കിൽ ലോക്കൽ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചാർജർ കണക്ട് ചെയ്തിടും, ഇഗ്നിഷൻ ഓഫ് ആയിരിക്കും. ആ കണക്ട് ചെയ്ത പാടെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് മൊത്തം പവർ സെൽഫ് മോട്ടറിലേക്ക് വലിച്ച സമയത്ത് പിന്നെ റിലീസ് ആവുന്ന സമയത്തുള്ള ചെറിയ വ്യത്യാസം കൊണ്ടായിരിക്കാം എന്താവുന്നത്, നമ്മൾ പറയുന്ന U2 എന്ന സാധനം എന്താവും, ഡാമേജ് ആയിപ്പോകും. കാരണം അതിലേക്ക് ഡയറക്റ്റ് 5 വോൾട്ട്, ഈ U2 എന്ന് പറയുന്ന ഐസിലേക്ക് ഡയറക്റ്റ് 5 വോൾട്ട് ഇൻപുട്ട് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്താണ് ഡയറക്റ്റ് 5 വോൾട്ട് ട്രൈസ്റ്ററിലേക്ക് ഇൻപുട്ട് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കുക. അപ്പോൾ ആ ഇൻപുട്ടിലുള്ള എന്ത് വ്യത്യാസം അതിന്റെ ഇൻപുട്ടിലും ബാധിക്കും. മനസ്സിലാവണ്ട? അതായത് ചാർജിങ്ങിലുള്ള ഇൻപുട്ടിൽ എന്ത് വ്യത്യാസം ഇവിടെ ബാധിക്കും, ആ U2 ബാധിക്കും. അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിപ്പാണ്, വളരെ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഒട്ടുമിക്ക കംപ്ലൈന്റുകളിലും നമ്മളത് പവർ സപ്ലൈയിൽ ഓൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു 70% സെറ്റുകൾ എന്താവും, പവർ സപ്ലൈയിൽ ഓൺ ആവും. പക്ഷെ എന്താവില്ല, ചാർജ് കയറാത്തൊരു കംപ്ലൈന്റ് ആയിരിക്കും ഉണ്ടാവുക. അവർ പറയല് പലപ്പോഴും എങ്ങനെയായിരിക്കും, ചാർജ് കഴിഞ്ഞ് ഓഫായി പിന്നെ ചാർജ് കയറിയിട്ടില്ല പറയും. അല്ല എന്നുണ്ടെങ്കിൽ ചാർജിങ്ങിന്റെ ആ ഒരു സിമ്പൽ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വന്ന് നോക്കും, ഒരു 3% ചാർജ് ആവും. ആ ഓൺ ആവുള്ള 3% ആയി കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല, ചാർജ് കയറൂല. പിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോഗോ റീസ്റ്റാർട്ട് ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത്രയും കാര്യങ്ങളാണ് ഇതിലിപ്പോൾ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ വന്ന് ഷോർട്ട്, ലീക്കേജ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, എന്താണ് പവർ സപ്ലൈയിൽ ഓൺ ആവേണ്ട നോക്കും. പവർ സപ്ലൈയിൽ ഓൺ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ബാറ്ററി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആവും, ചാർജ് കയറും. കാരണം ചാർജ് സെറ്റ് ഓൺ ആവാനുള്ള ഒരു ചാർജ് ബാറ്ററിയിൽ ആയി കഴിഞ്ഞാൽ എന്താവും, സെറ്റ് ചാർജ് എടുക്കുകയും ചെയ്യും, ചാർജ് കയറുകയും ചെയ്യും. പക്ഷെ 0 ആയിട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നീട് എന്താവില്ല, കയറൂല. ഇത്രയും കാര്യങ്ങൾ അതിനെ കൊണ്ട് ഉണ്ടാവുക. എന്തൊക്കെയാണ്? ഒന്ന്, സെറ്റ് ഡെഡ് ആയിട്ട് വരും, നമ്മൾ എന്ത് ചെയ്യും, മീറ്റർ ഓൺ ആവും, നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ബാറ്ററി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആവും, ചാർജ് കയറും ഒക്കെ ചെയ്യും. ഇൻ കേസ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോണ് 0% ആയിട്ട് സെറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതിലെന്താവില്ല, ചാർജ് കയറൂല. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനെ കൊണ്ട് ഉണ്ടാവുക. അപ്പൊ നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്തിട്ട് നോക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിലുള്ള എല്ലാവർക്കും ഇപ്പോൾ iPhone 6 മുതൽ എല്ലാ ഫോണും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾ iPhone സർവീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇതെന്ത് ചെയ്തുകൊണ്ട് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുക, പവർ സപ്ലൈ മേലെ ഓൺ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാർജർ കണക്ട് ചെയ്യുക. ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കോളം ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എന്തുണ്ടാവും, അതിന്റെ ബാറ്ററി കൺട്രോളിൽ എത്ര വോൾട്ടേജ് വരും ആർക്കെങ്കിലും അറിയോ? ബാറ്ററി കൺട്രോളർ 3.7 3.8 3.7 ആയിട്ട് വരും. Am I right? Yes. സെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിത്തൗട്ട് ബാറ്ററിയിൽ ഒരു 3 വോൾട്ട് മുതൽ ഒരു 4 വോൾട്ട് വരെ ഒരു വേരിയേഷൻ ഉണ്ടാവും. എന്താണ് വേരിയേഷൻ ഉണ്ടാവും? വേരിയേഷൻ അതായത് നമ്മൾ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ഒരു നല്ല വർക്കിംഗ് ഉള്ള ഒരു ചാർജിങ് അല്ലെങ്കിൽ ഒരു U2IC ആണ് എന്നുണ്ടെങ്കിൽ അതിലുണ്ടാവും ഒരു 3 വോൾട്ട് മുതൽ അല്ലെങ്കിൽ 1, 2, 3, 4 വോൾട്ട് വരെ പോയിട്ട് അതെന്ത് ചെയ്യും, നേരെ 0യിലേക്ക് വരും. പിന്നെയും അതേപോലെ തന്നെ അത് മേലേക്ക് പോകും. ഇങ്ങനെ ഒരു വേരിയേഷന് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ബാറ്ററി കൺട്രോളിൽ മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതെ ചാർജർ കണക്ട് ചെയ്തിട്ട് അത് iPhone X എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ബാറ്ററി കൺട്രോൾ എത്ര വോൾട്ടേജ് വരും,
ഒരു 2 വോൾട്ടേജ് മുതൽ 4 വോൾട്ടേജ് വരെ ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. പിന്നെ അത് നേരെ 0ക്ക് പോകും. പിന്നെ അതേപോലെ തന്നെ വരും. അതേ സമയം നിങ്ങളെ ഈ മീറ്റർ ഉണ്ടല്ലോ, ഏത് നമ്മളെ ഈ ഈ സാധനം കാണുന്നുണ്ടല്ലോ, ഈ മകടി നമ്മളെ ചാർജിങ്ങിന്റെ അതില് എന്തുണ്ടാവും, ഒരു 0.6 വോൾട്ടേജ് ആംബിയർ എന്ത് ചെയ്യും, 0.6 ആംബിയർ അതിൽ ഒരേ സമയം എടുക്കും ചെയ്യും. അതായത് ഇവിടെ ഒരു 3.4 വോൾട്ടേജ് വരെ ഞാൻ ഒന്നും കൂടി വലുതാക്കി വരച്ചുതരാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പെന്നും മേപ്പെടുത്ത് വരച്ചോളൂ. ഇതിപ്പോ ഒരു വർക്കിംഗ് സെറ്റ് ഉള്ളതിന്റെ കേസാട്ടോ പറഞ്ഞത്. ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിന്റെ റീഡിംഗ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് 2 മുതൽ 4 വോൾട്ട് വരെ അല്ലേ? അതായത് ഒന്ന് ഇതൊക്കെ വിത്തൗട്ട് ബാറ്ററിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 4 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാണ്ട് ആ ഒരു മെത്തഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 രീതിയിൽ അധികം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ബാറ്ററി കണക്ടറാണ്. ബാറ്ററി കണക്ടറാണ്. ബാറ്ററി കണക്ടറിൽ ഒരു 2 വോൾട്ട് ടു ഒരു 4 വോൾട്ട് വരെ കറക്റ്റ് ആയിട്ട് നിൽക്കൽ ഒരു വേരിയേഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് പോയിട്ട് വർക്കിംഗ് സെറ്റിന്റെ എന്ത് ചെയ്യുക, ഒരു സെറ്റും ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. 2 to 4 വോൾട്ടിനുള്ള ഒരു വേരിയേഷൻ ഉണ്ടാവും. അതേ വേരിയേഷൻ ഉള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ ചാർജിങ് യൂണിറ്റിൽ എത്ര കാണാൻ പറ്റും, ഈ ഒരു 4 വോൾട്ട് എടുക്കുന്ന സമയത്ത് ഒരു 0.6 ആംബിയർ വരെ ഒന്ന് എടുത്തിട്ട് പിന്നെ അത് എന്തൊക്കെ പോവും, 0ക്ക് പോവും. എങ്ങനെ 2 to 4 വോൾട്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിമീറ്ററിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ചാർജിങ്ങിന്റെ യൂണിറ്റിൽ എത്ര കിട്ടും, ഒരു 0.6 മില്ലി ആംബിയർ വരെ പോകാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ ആപ്പിൾ ലോഗോ കാണിക്കുകയും ചെയ്യും. എന്താണ് ആപ്പിൾ ആപ്പിളിന്റെ ലോഗോ കാണിക്കും ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞോളൂ. അത് 2 മുതൽ 4 വരെ വോൾട്ട് ഇങ്ങനെ വേരിയന്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. അത് ചാർജ് കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ വിത്തൗട്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ, ബാറ്ററി കണക്ടറിൽ ചെക്ക് ചെയ്യുമ്പോൾ, പിന്നെ അത് നമ്മൾ ചാർജറിൽ കുത്താണെങ്കിൽ അവിടെ 0.6 മില്ലി ആംബിയർ അത് കാണിക്കും. പിന്നെ ഒന്ന് ആപ്പിൾ ലോഗോ ഡിസ്പ്ലേയിൽ കാണിക്കും. ഇത്രയും കാര്യങ്ങൾ നോർമലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രൈസ്റ്റർ 99% അത് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 100% അത് ഓക്കെ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് പറ്റൂല, ഈ പറയുന്ന മാതിരി USB ആക്സറീസ് നോട്ട് സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകളൊന്നുമല്ല പറഞ്ഞത്. നമ്മൾ ഒരു ചാർജിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു യൂറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കംപ്ലൈന്റ് നോക്കുകയാണെങ്കിലുള്ള കേസാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആക്സറീസ് വർക്ക് ആവണക്കോളം നിർബന്ധമൊന്നും നമ്മൾ എന്തെങ്കിലും കട്ടാണ് സാർ. എനിക്ക് തന്നെയാണോ അല്ലെങ്കിൽ മൊത്തത്തിലാണോ? വേറെ കയ്യിലുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനെ നോർമൽ റീഡിംഗ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പോയിട്ട് വരുന്ന ഐഫോണുകളുടെ ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് പാറ്റേൺ? ചാർജർ കണക്ട് ചെയ്യുക, ബാറ്ററി കണക്ട് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കുക, അതേപോലെ തന്നെ ആപ്പിൾ ലോഗോ വരുന്നുണ്ടെന്ന് നോക്കുക, അതേപോലെ തന്നെ ചാർജിങ്ങിന്റെ യൂണിറ്റിൽ 0.6 ആംബിയറിന് എടുക്കണം എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷൻ അവിടെ സോൾവ് ആയി. ഓക്കെ, രണ്ടാമത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സെയിം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. നിങ്ങൾക്ക് എന്ത് വരില്ല, ഇതിന്റെ ഈ ഒരു ബാറ്ററി കൺട്രോളിലുള്ള വോൾട്ടേജ് ചിലപ്പം 2 വോൾട്ടിൽ എന്തായിരിക്കും, താഴെ ആയിരിക്കും. അതായത് 2 വോൾട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് 2 വോൾട്ടിനെക്കാട്ടിലും താഴെ ആയിരിക്കും എന്ത് ഉണ്ടാവുക, വോൾട്ടേജ് എപ്പോഴും എന്താവൂല, അപ്പ് ആയി കിട്ടൂല. മനസ്സിലായില്ലേ? ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പോൾ 1 വോൾട്ട് ആയിരിക്കും, ചിലപ്പോൾ 0 ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ചാർജിങ്ങിന്റെ ആംബിയർ എത്ര ആയിരിക്കും, 0 ആയിരിക്കും. ആപ്പിൾ ലോഗോ വരൂല. കാരണം ഈ ഇത്രയും വോൾട്ടേജ് നമ്മളെ ട്രൈസ്റ്റർക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ആപ്പിളിന്റെ ലോഗോ അവിടെ വരുള്ളൂ. എല്ലാ സമയത്തും ആപ്പിൾ ലോഗോ വരും. രണ്ടാമത്തെ എത്രയാ സാറേ? എഴുതാൻ മറന്നു. 0. കാരണം ഇൻപുട്ടിൽ ബാറ്ററി കണ്ടിൽ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആംബിയറിൽ ഒന്നും വരില്ലല്ലോ. കാരണം ആപ്പിൾ ലോഗോ വരുമ്പോഴല്ലേ ആ ഒരു 0.6 ആംബിയർ എടുക്കുള്ളൂ അല്ലേ? ആ ലൈറ്റ് വർക്ക് ആവണം, LCD ഗ്രാഫിക്സ് ഒക്കെ വരുന്ന സമയത്തുള്ള ആംബിയർ ആണ് അതിൽ വരുന്നത്.
നമ്മളെ ചാർജിങ്ങിന്റെ യൂണിറ്റിൽ വരുന്നത്. മനസ്സിലായില്ലേ? ഉം. ഓക്കെ. അപ്പൊ ഈ 2 സാധനങ്ങളും ഇതിൽ ഉണ്ടാവില്ല, ഈ 3 സാധനങ്ങളും ഇതിനപേക്ഷിച്ച് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ മനസ്സിലാക്കണം എന്നർത്ഥം. ഇന്ന് പോയിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഐഫോണിന്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും ആപ്പിൾ ലോഗോ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഇത്രയും അങ്ങനെ കാര്യങ്ങളാണ്. തന്നെ ഇത് ആദ്യം ഇതിന്റെ മുന്നേ ചെക്ക് ചെയ്യല്. നമുക്ക് ഇത് അറിഞ്ഞും കൊണ്ടല്ല, ഞാൻ പണ്ടൊക്കെ നമ്മള് യൂട്യൂബിന്റെ കംപ്ലൈന്റ് ആണോ ചെക്ക് ചെയ്യല്. ആദ്യം ബാറ്ററി ഊരിയിട്ട് ചാർജ് കുത്തുമ്പോ ആപ്പിൾ ലോഗോ വരെ ആണെങ്കിൽ യൂട്യൂബിന്റെ കംപ്ലൈന്റ് ഇല്ല, അത് വരുന്നില്ലെങ്കിൽ നേരെ യൂട്യൂബ് മാറ്റലേ. യെസ്, ഇത് സെയിം മെത്തേഡ് തന്നെയാണ്. യൂട്യൂബ് ഈ ഒരു സംഗതിയാണ് ഇതിൽ ഫസ്റ്റ് ചെയ്യാനുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ ഹാർഡ്വെയർ പാർട്ടിലേക്ക് പോകുമ്പോൾ, ഹാർഡ്വെയർ പാർട്ട് പോകുന്ന സമയത്ത് ഇതേ സെയിം സംഭവം തന്നെ 2 വോൾട്ട് 00 ഇൻറ്റു പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ ചാർജിങ്ങിന്റെ ടൈസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് പോകുന്ന 5 വോൾട്ട് എന്ന് പറയുന്ന ആ ലൈനിൽ 5 വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. എത്ര വോൾട്ട്? 5 വോൾട്ട്. കാരണം കാണിക്കോ ഒരു 7-ല്? ആ 7-ല് ഞാൻ കാണിക്കണമെന്നല്ലാതെ നിങ്ങൾക്ക് കണ്ടെത്തണമെന്നല്ലേ? 5 വോൾട്ട് വരുന്നത് എവിടാന്നോ? നമ്മള് നോക്കിക്കോളാം, നമ്മള് നോക്കാം. ഞാൻ കാണിച്ചറിയാം സ്കീമാറ്റിക്സ്, നിങ്ങൾ നോക്കിക്കൊണ്ടി. അതായത് നോക്കാൻ സിമ്പിൾ ആണ്. ഈ സർക്യൂട്ട് അറിയാം, എവിടെ നിന്ന് പോയി തപ്പൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിന്റെ ബാറ്ററി കണ്ടർ എവിടെ നോക്കുക. ഇതല്ലേ ബാറ്ററി കണ്ടർ? ഇങ്ങനെ നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാറ്ററി കണ്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ യൂട്യൂബ് അല്ലെങ്കിൽ ടൈഗ്രീസ് എവിടെയെന്ന് അറിയാലോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്ത് നോക്കുമ്പോൾ BB ഡാറ്റ, അതാണ് ഞാൻ പറയുന്നത് ബേസ് ബാൻഡ് ഡാറ്റ. ബേസ് ബാൻഡിലേക്ക് പോകുന്ന ഡാറ്റയാണിത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത്. പിന്നെ അതിന്റെ ആക്സറീസിന്റെ RX TXT അതിന്റെ ഒക്കെ ഓഡിയോൻ്റെതും ഇതിന്റെ ഒക്കെയാണ് ഇത് വരുന്നത്. ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി രജിസ്റ്റർ ആൾവേസ് ഉണ്ടോ, അവിടെ ഉണ്ടോ PP കണ്ടോ? PP എവിടെ? PP വോൾട്ട് 5.0 USB കണ്ടില്ലേ? അപ്പോ ഇതാണ് അതിന്റെ എന്ത് 5 വോൾട്ട് വരുന്ന ഒരു ലൈന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതെവിടെ കപ്പാസിറ്ററിലേക്ക് പോകണ്ടോ? നമുക്ക് നോക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോണ് നോക്കുക. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ മേലെ എത്ര വരണം, അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഇതിങ്ങനെ സർക്യൂട്ട് ഇനിയിപ്പോ ഏതാണെങ്കിൽ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ BP 5.0 ഉണ്ടാവും. അപ്പൊ മനസ്സിലാക്കാല്ലോ 5 വോൾട്ട് ആണ് ഇൻപുട്ട് എന്നുള്ളത്. അത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻപുട്ട് ആ ഒരു ലൈനിലേക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഒരു ലൈനിലേക്ക് 5 വോൾട്ട് ആണ് നമുക്ക് വരേണ്ടത്. എത്ര? 5 വോൾട്ട്. ഈ 5 വോൾട്ട് ഇത് ഈ U2 ഡാമേജ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത ഒരു ഡാറ്റാബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 5 വോൾട്ട് കിട്ടൂല. ഒന്നെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 4.5 വോൾട്ടേജ് അവിടെ കിട്ടുള്ളൂ. 2 രീതിയിലെങ്കിൽ ചെക്ക് ചെയ്യുക. ഒരു 4 4.5 വോൾട്ടേജ് ആണ് അവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ IC നിങ്ങൾക്ക് വീണ്ടും റിമൂവ് ചെയ്യാം. അതായത് 5 വോൾട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ എന്ത് ചെയ്യും, ഈ IC റിമൂവ് ചെയ്തിട്ട് പുതിയ IC ഇടൂലേ? പുതിയ IC ഇടുമല്ലോ. പുതിയ IC ഇടുന്നതിന് മുമ്പായിട്ട് ഈ ലൈനിലേക്ക് 5 വോൾട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പുതിയ U2 ആണെന്നുണ്ടെങ്കിലും പഴയ U2 ആണെന്നുണ്ടെങ്കിലും, പഴയതെന്ന് പറഞ്ഞാൽ ആ സെയിം അല്ല, വേറെ ബോർഡിൽ നിന്ന് എടുത്തിരുന്ന U2 ആണെന്നുണ്ടെങ്കിലും ഇട്ടതിന് ശേഷം ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതെന്തിനാണ്, നിങ്ങൾ ഇട്ട U2 ഡാമേജ് ഉണ്ടെങ്കിൽ അവിടെ 4.6 അല്ലെങ്കിൽ 4.4 വോൾട്ടേജ് ഒക്കെ ആ ഒരു കപ്പാസിറ്ററിന് മേലെ കാണിക്കുള്ളൂ. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ആ U2 വേറെ ഒന്നിടുക. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കുറഞ്ഞാലും കുഴപ്പമാണ്. അത് കറക്റ്റ് 5 വോൾട്ട് അവിടെ എത്തണം. അത് ഇതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ആവും, കുറയും. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 5 വോൾട്ട് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കുക. 5 വോൾട്ട് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പറഞ്ഞ ആപ്പിൾ ലോഗോ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് അതിലെ ഫസ്റ്റ് കാര്യങ്ങളിൽ ചെയ്യാനുള്ളതുള്ളൂ. പിന്നെ അതിന് മുന്നോടിയായിട്ട് ഈ IC ഒക്കെ ഊറ്റി മാറുന്നതിന് മുന്നേ ഈ 5 വോൾട്ട് എന്ത് ചെയ്യണം, അവിടെ വരുന്നുണ്ടോ നോക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു ഡെഡ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാറ്ററി കണ്ടിൽ വോൾട്ടേജും കാളും വരില്ല, നേരെ ചാടി കയറിയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, U2 മാറുക. കാരണം 5 വോൾട്ടാണ് ഇതിന്റെ മെയിൻ ഇൻപുട്ട് ചാർജിങ്ങിന് വരുന്നത്. അപ്പൊ 5 വോൾട്ട് വരുന്നില്ലെങ്കിൽ എവിടുന്ന് 5 വോൾട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം.
സുബി സാറേ അല്ല അപ്പൊ സാറ് നേരത്തെ പറഞ്ഞില്ലേ ആ 5 വോൾട്ടിൽ ഇപ്പോ 4.4 വോൾട്ട് ഒക്കെ ആണെങ്കിൽ പിന്നെ U2 മാറ്റിയിടണമെന്ന്. ആ മാറ്റണോ? ആ മാറ്റിയിടണോ? പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നില്ല? പറഞ്ഞോളി. ഷർഫാനൊക്കെ പെട്ടെന്ന് പോയി. ചിലപ്പോ നിങ്ങൾക്ക് നെറ്റിന് അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ? കോൾ വന്നിട്ടുണ്ടാവും, അങ്ങനെ കട്ടായിരിക്കും. ആ പിന്നെ ഇതിലേക്ക് 5 വോൾട്ട് വരുന്നത് ഇത് ഇവിടെ ഒരു എന്താണ്, അതായത് ഇതൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ട്രൈസ്റ്റർ റിവേഴ്സ് ഗേറ്റ് ആണ്. എന്തെങ്കിലും ഒരു വോൾട്ടേജിന്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അത് കട്ട് ഓഫ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി, ഒരു മോസ്ഫെറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇവിടേക്കാണ് 5 വോൾട്ട് വരുന്നത്. മെയിൻ സോഴ്സ് വോൾട്ടേജ് ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് നമ്മളെ ചാർജിങ് കണ്ടർ, ഇതാണ് ചാർജിങ് കണ്ടർ, കാണുന്നുണ്ടോ? ചാർജിങ് കണ്ടർ കണ്ടില്ലേ? ഈ ചാർജിങ് കണ്ടറിൽ നിന്ന് 5 വോൾട്ട് വരുന്നത് ആദ്യം എടുക്കാണ് ഈ ഒരു സാധനത്തിന്റെ അകത്തേക്കാണ് വരുന്നത്. ഇതൊന്നും വലിയ സംഭവം ഒന്നല്ല, നിങ്ങൾക്ക് സ്കീമാറ്റിക്സ് നോക്കാൻ അറിയുന്ന, ഞാൻ വെറുതെ പറഞ്ഞു തരാണ്. ഇതിലേക്കാണ് വരുന്നത്, കാണുന്നുണ്ടോ? അപ്പൊ ഈ സാധനത്തിന് ഡാമേജ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക. ഇതിന്റെ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുക്ക് എന്ത് കിട്ടൂല, ഔട്ട്പുട്ട് 5 വോൾട്ട് കിട്ടൂല. മനസ്സിലാവണ്ട? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത്, ഈ സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സാധനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ 5 വോൾട്ട് ഇവിടുന്ന് വരുന്നത്. ഇതിന്റെ നമ്മളെ ചാർജിങ് കൺട്രോമെന്ന് വന്നിട്ട് നേരെ ഇവിടേക്കാണ് പോകാനുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ജമ്പർ ഇവിടെ അടിച്ചിട്ട് 5 വോൾട്ട് വരുന്നില്ലെങ്കിൽ ഇട്ടാ, ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഓക്കെ, ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ട്, ഇവിടെ 5 വോൾട്ട് വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 5 വോൾട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? കാരണം ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ്, ചിലവർ ഇവിടുത്തെ ഈ സ്കൂർ ഉണ്ടല്ലോ, അത് ഇനിയിപ്പോൾ കിട്ടുന്ന ചാൻസ് കുറവാകും, അതിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. ചിലവർ ഈ സ്കൂർ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ സ്കൂർ ടൈറ്റ് ചെയ്യുമല്ലോ, ഈ സ്കൂർ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ദിങ്ങ് പോയിട്ട് എന്തോ ഇതൊക്കെ ഡാമേജ് ആയി പോവാറുണ്ട്. മനസ്സിലാവണ്ട? ഹലോ, സർഫാൻകാ, എന്താണെന്ന് എല്ലാരും ഒന്ന് ക്ലിയർ ആവാത്തത്? ഹലോ, ഏയ് കേൾക്കുന്നുണ്ട്. അതായത് ഈ സ്ക്രൂ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടക്കൊക്കെ തട്ടിയിട്ടത് എന്ത് ചെയ്യും, ഡാമേജ് സംഭവിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം 5 വോൾട്ട് ഇവിടെ വരുന്നുണ്ടോ നോക്കുക. 5 വോൾട്ട് ഇവിടെ വരുന്നില്ലെങ്കിൽ അത് വരുന്ന സ്ഥലം ഇവിടെയാണ്. ഇതിന് ഡാമേജ് ഇവിടെ എന്ത് ചെയ്യുക, 5 വോൾട്ട് ഉണ്ടോ നോക്കുക. ഈ മൂന്നാമത്തെ പിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടുക, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അതിന്റെ പേരെന്താ സാറേ? അതന്നെ. എങ്ങനെ അതിന്റെ പേരെന്താണ്? ഇതൊരു ട്രാൻസിസ്റ്ററാ? ചാവിട്ടില്ലേ അവിടെ അറിയാലോ, ഫസൽ ഒന്ന് വീണാ സ്ക്രീന് കാണുന്നുണ്ടോ? ഇത് OVP പോലെ പ്രവർത്തിക്കുന്ന സാധനമാണ് സാർ. ഇത് ട്രാൻസിസ്റ്റർ അല്ലേ? അതേപോലെ സാധനം അല്ല, ഇതിന്റെ ഇതിന്റെ ഒരു ഔട്ട് ഒരു എനേബിൾ പോലെ CPU ലൊക്കെ പോണ ഇതല്ലേ, നമ്മള് സാധാരണ ബേസ് മോഡലൊക്കെ വരുന്നത്. അത് ജസ്റ്റ് ഒരു ഗേറ്റ് ഒരു 10K റെസിസ്റ്റർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം, ഒരു റിവേഴ്സ് വോൾട്ടേജ് ഗേറ്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ മെയിൻ ആയിട്ടൊന്നുമില്ല. ഇവിടെ ഇതാണ് സർക്യൂട്ട്. മറ്റേതിലൊന്നും നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല, ഈ ട്രാൻസിസ്റ്റർ ഷോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഷോർട്ട് ചെയ്യാം. ഇത് ഓൾറെഡി ഇതിന്റെ ഗേറ്റ് എന്താണ്, ഓൾറെഡി ഒരു റെസിസ്റ്റർ വെച്ച് ഗ്രൗണ്ട് ആക്കി കൊടുത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ആയി കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, അത്ര ഇതിനകത്ത് ഉള്ളതുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു പരിപാടി തീർന്നു. ഇതിന്റെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ കൊണ്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് മാറ്റിയിട്ട് കറക്റ്റ് 5 വോൾട്ട് വരുന്നുണ്ട് എങ്കിൽ അത്രയും കാര്യങ്ങൾക്ക് അവിടെ എന്തായി, തീർപ്പായി.